കൃഷിഭൂമി പരിവർത്തനത്തിനായി കമ്പിവേലി കെട്ടിയതോടെ ദുരിതത്തിലായത് അയൽ കർഷകർ. വഴി നഷ്ടപ്പെട്ട കർഷകർ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമില്ല. അരിഞ്ഞിപ്പാടം കൽപ്പാത്തി സ്വദേശി ഉണ്ണികൃഷ്ണനാണ് കൃഷിപ്പരമ്പിൽ കമ്പിവേലി കെട്ടി അയൽ കർഷകരുടെ വഴിയടച്ചത്. ഏലപ്പള്ളി 1 വില്ലേജിലെ നെയ്തല പാടശേഖര സഭയിൽപ്പെട്ട വടക്കോട് പ്രദേശത്ത് 3 ഏക്കർ കൃഷിഭൂമിയുടെ വരമ്പിൽ കമ്പിവേലി കെട്ടിയതിനെതിരെ കൃഷി ഓഫീസർക്കും വില്ലേജ് ഓഫീസർക്കും അയൽ കർഷകർ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. കൃഷി ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് കമ്പിവേലി കെട്ടിയത്. ഇതോടെ അയൽ കർഷകർക്ക് വാളയാർ ജലസേചന പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാതാകുകയും കൊയ്ത്ത് യന്ത്രവും ട്രാക്ടറും വന്നിരുന്ന വഴി അടയുകയും ചെയ്തു. 2028 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചും കൃഷി ഓഫീസറുടെയും വില്ലേജ് ഓഫീസറുടെയും റിപ്പോർട്ട് അവഗണിച്ചും ഉണ്ണികൃഷ്ണൻ കെട്ടിയ കമ്പിവേലി അഴിച്ചുമാറ്റാനും അയൽ കൃഷിഭൂമിയിലേക്കുള്ള വഴി തടസ്സപ്പെടാതിരിക്കാനും നടപടി ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കൃഷിയും കൃഷിഭൂമിയും വികസനത്തിനായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ ഉദ്യോഗസ്ഥർ തന്നെ തുരങ്കം വയ്ക്കുകയാണ്. ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയില്ലാതാകുന്ന ഭൂമി പരിവർത്തനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടിയും ആവശ്യപ്പെട്ടു. ഈ പറയുന്ന ഏക്കർ കണക്കിന് വരുന്ന ഒരുപാട് കർഷകരുടെ കൃഷിഭൂമിയിലേക്ക് കൃഷിക്കാവശ്യമായ വാഹനങ്ങൾ ഇറക്കാനോ കൊയ്ത്ത് യന്ത്രങ്ങൾ ഇറക്കാനോ ആ കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പോകാനോ വാളയാർ കനാലിലെ വെള്ളം, ഈ കാണുന്ന കനാലിലെ വെള്ളമാണ് ഈ കാണുന്ന കൃഷിയിലൂടെ താഴേക്കുള്ള കർഷകർക്ക് പോകേണ്ടത്. അതുപോലും പോകാൻ സമ്മതിക്കാതെ 2 പുകൽ കൃഷി ചെയ്യാൻ കഴിയാതെ തരിശായി കിടക്കുന്ന കർഷകരും ഇതിന് താഴെയുണ്ട്. ഈ കാരണത്താൽ ഈ അനധികൃതമായിട്ടുള്ള പരിവർത്തനം നടത്താൻ, മനഃപൂർവ്വം പരിവർത്തനം നടത്താൻ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘനം നടത്തി അതിന് കൂട്ടുനിന്നുകൊണ്ട് പൊതുമുതൽ കൊള്ളയടിച്ചവനെ കൂട്ടുനിന്നുകൊണ്ട് ഉള്ള വാളയാർ കനാലിലെ അവർക്ക് കൂട്ടുനിന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.